പ്രിയപ്പെട്ടവരെ, നമസ്തേ. കോളേജ് വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു ക്യാമറ വേണമെന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു അഗ്ഫ ക്ലിക്ക് 3 ക്യാമറ കിട്ടി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഒരു മിനോൾട്ട ക്യാമറയിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. 2004 ആയപ്പോഴാണെന്ന് തോന്നുന്നു ഒരു പോളറോയിഡ് ക്യാമറ വേണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോഴാണെങ്കിൽ ഒരു ക്യാമറയും വേണ്ട, ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഫിറ്റ് ചെയ്ത മൊബൈൽ ഫോൺ മതി എന്നായി. നമ്മൾ ഈ ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നിരിക്കുന്ന അനുസ്യൂതമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. 19ാം ശതകത്തിന്റെ അവസാനമാണ് ഈ സെല്ലോയിഡ് ഫിലിം ഉപയോഗിച്ചുള്ള ഫോട്ടോഗ്രാഫി നിലവിൽ വന്നത്. 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് അത് മാറി. പിന്നീട് 20ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫി നിലവിൽ വന്നു. 21ാം നൂറ്റാണ്ടായപ്പോൾ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലെക്സ് ക്യാമറാസ് DSLR എന്ന പേരുള്ള ക്യാമറാസ് നിലവിൽ വന്നു. അതും കഴിഞ്ഞിട്ട് ഇപ്പോഴ് മിറർലെസ് ക്യാമറാസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ മാറ്റങ്ങൾ വന്നപ്പോഴേക്കും എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിച്ചോ? പണ്ട് ഉണ്ടായിരുന്ന കൊഡാക്ക്, മിനോൾട്ട, നിപ്പൺ, കോണിക്ക തുടങ്ങിയ കമ്പനികളെല്ലാം അവരുടെ പ്രൊഡക്ഷൻ രീതികൾ അവർ സമൂലം മാറ്റി പണിതു. അപ്പൊ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ റേഞ്ച് തന്നെ മാറ്റി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുസ്തകം വായിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്. ദ ഫ്യൂച്ചർ ഈസ് ഫാസ്റ്റർ ദാൻ യു തിങ്ക് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. സ്റ്റീവൻ കോട്ട്ലർ പിന്നെ പീറ്റർ ഡയമൻഡിസ് എന്ന് പറഞ്ഞ 2 പേരാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. 2 പേരും ഹൈടെക് ആൾക്കാരാണ്. ഒരാൾ ജേർണലിസ്റ്റാണ്, പക്ഷെ പീറ്റർ 20 ടെക് കമ്പനീസിന്റെ ഡയറക്ടറാണ്. അടുത്ത 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷനാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് വായിച്ചാൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകുമോ എന്നെനിക്ക് ചെറിയ സംശയമുണ്ട്. എന്നാലും ഇത് ശരിക്കും നമ്മളൊന്ന് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ചുരുക്കി പറയാം. ഈ ഗ്രന്ഥകർത്താക്കളുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ട. 7 വർഷം കഴിഞ്ഞാൽ ഇതിപ്പോ 2023 7 വർഷം എന്ന് പറയുമ്പോൾ 2030 ആകുമ്പോഴേക്കും ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവ 3ഉം ചേർന്ന് ഇന്നത്തെ പഠന രീതികൾ കംപ്ലീറ്റ് അവർ മാറും എന്നാണ് അവർ പറയുന്നത്. ആൻഡ്രോയിഡ് അധ്യാപകരായിരിക്കും. നമ്മളിൽ ആൻഡ്രോയിഡ് കുട്ടപ്പൻ എന്നൊക്കെ പറയുന്നത് ഒരു സിനിമയുണ്ടായിരുന്നു. അതുപോലെയുള്ള ആൻഡ്രോയിഡ് അധ്യാപകരാകും ഇനി പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ആരോഗ്യരംഗത്തും ഇതുപോലെ വൻ മാറ്റങ്ങൾ ഉണ്ടാവും. ഓൺലൈൻ ഡോക്ടേഴ്സ്, DIY ഡയഗ്നോസ്റ്റിക്സ്, പിന്നെ ആർട്ടിഫിഷ്യൽ സർജൻസ്, ഡ്രഗ്സ് ഇതൊക്കെ രംഗപ്രവേശം ചെയ്യും. രോഗപ്രതിരോധമായിരിക്കും ഏറ്റവും ഫലപ്രദമാവുക. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് ഒരു വൻ മാറ്റം ഉണ്ടാകും. പിന്നെ അതിനോടനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം ലോഞ്ചിവിറ്റിയെ കുറിച്ചാണ്, ദീർഘായുസിനെ കുറിച്ചാണ്. ഈ പുതിയ മാറ്റങ്ങൾ വരുമ്പോഴേക്കും ഒരു സാധാരണ മനുഷ്യന്റെ ആയുസ് 80 വയസ്സാകുമെന്നാണ് പറയുന്നത്. അപ്പോഴ് ദീർഘായുഷ്മാൻ ഭവ എന്നൊന്നും ആർക്കും നമ്മൾ ആശംസ കൊടുക്കേണ്ടി വരില്ല. എല്ലാവരും ദീർഘായുഷ്മാന്മാരായിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇൻഷുറൻസ്, ഫൈനാൻസ്, റിയൽ എസ്റ്റേറ്റ് ഈ മേഖലകളിലെല്ലാം റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നിടത്തെല്ലാം എല്ലാ ജോലികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള റോബോട്ട്സ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇനി ഭക്ഷണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോഷകാഹാരം സുലഭമാവും.
മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ആവശ്യമുള്ള ഭക്ഷണം ലഭ്യമാവും. വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്ഷണം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന അബറ്റോയ്സ്, അറവുശാലകൾ അപ്രത്യക്ഷമാവും. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല. മൃഗങ്ങളെ കൊല്ലാതെ തന്നെ അതിൻ്റെ പോഷകാംശം നമുക്ക് ലഭിക്കാനുള്ള വിദ്യകളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇന്ന് ഭൂമിയിൽ അറൗണ്ട് 8 ബില്യൺ സോൾസ് ഉള്ളത് ഒരു 9 ബില്യൺ സോൾസ് ആയി മാറും, മനുഷ്യർ അനുവദിക്കുകയാണെങ്കിൽ മാത്രം. പിന്നെ വെള്ളം, കാലാവസ്ഥ, ബയോഡൈവേഴ്സിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഇതിലെല്ലാം വൻ മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് നിർമ്മിത ബുദ്ധിക്ക് സാധിക്കും. ഇതിന്റെ അർത്ഥം നിർമ്മിത ബുദ്ധി വരുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട എന്നുള്ളതല്ല. ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമ്പോഴുണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴേ തന്നെ വ്യാകുലപ്പെടുന്നുണ്ട്. എവിടം വരെ പോകാം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം ലണ്ടനിൽ ഒരു വലിയ ഉച്ചകോടി ഉണ്ടായിരുന്നു. ഇനിയൊരു ഉച്ചകോടി നമ്മുടെ ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും, എത്ര വലിയ ശാസ്ത്ര പുരോഗതി ഉണ്ടായാലും, എത്ര വലിയ റോബോട്ട്സ് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും, ഒരു അധ്യാപകൻ നൽകുന്ന കരുതലും വാത്സല്യവും ഒരു റോബോട്ടിന് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് നാളെ KS ചിത്രയുടെ ഒരു ഗാനമേള കേൾക്കണം. നേരിട്ട് വന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇനി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി അലക്സ ഒരു പാട്ട് പാടുക എന്ന് പറയുമ്പോൾ കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇറീപ്ലേസബിൾ ആണ്. ഇതിനൊന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ അപകടങ്ങൾ എന്താണെന്ന് അറിയുകയും വേണം. പിന്നെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇങ്ങനെ വരുമ്പോൾ അത് ചിലർക്ക് ഗുണകരമാവും, ചിലർക്ക് ദോഷകരമാവും. നമ്മളിത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന മാർഗത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസസ് വരുമ്പോൾ നമ്മുടെ ജോലികൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അതിനെ തടയണമെന്ന് വിചാരിച്ച് അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുന്നത് ബുദ്ധിമോശമാവും. പണ്ട് കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തൊരു ബഹളമായിരുന്നു, ഓർക്കുന്നില്ലേ? അത് വേണ്ട, പാടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേ കമ്പ്യൂട്ടർ ഇല്ലാതെ പാർട്ടി ജീവിക്കാൻ വയ്യാന്ന അവസ്ഥയായില്ലേ? അപ്പോൾ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസസിനെ ഒരിക്കലും നമുക്ക് തടയാനാവില്ല. അത് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു മലവെള്ള പാച്ചിലാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ നേരിടണമെങ്കിൽ, നമുക്ക് അനുകൂലമാക്കണമെങ്കിൽ, ഇതിൽ നിന്ന് നമുക്ക് പ്രയോജനമുണ്ടാകണമെങ്കിൽ ഈ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോഴേ നമ്മൾ ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് പ്രധാനം. ഈ പുതിയ വർഷം നമ്മൾ എടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇതായിരിക്കണം. കാരണം പുതിയ മാറ്റങ്ങൾ ഏതൊക്കെ, എവിടെയൊക്കെ സംഭവിക്കുന്നു, എങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ട പ്രിപ്പറേഷൻസ് നമുക്കിപ്പോഴേ തുടങ്ങണം. കുട്ടികൾ പഠിക്കുന്നതും അതുപോലെ തന്നെ ആയിരിക്കണം. കാരണം ഇനി BA ഡിഗ്രിയും MA ഡിഗ്രിയും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വാചകം പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഇതെല്ലാം ടെക്നോളജിക്കൽ അറിവുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇപ്പം തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു. പല ജോലികൾക്കും കുട്ടികൾ പോകുമ്പോൾ അവർ ചോദിക്കുന്നത് BA ഉണ്ടോ MA ഉണ്ടോ എന്നൊന്നുമല്ല. അവർ ചോദിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് അറിയാമോ, ഓഫീസ് പരിചയമുണ്ടോ, ഗൂഗിൾ സ്യൂട്ട് അറിയാമോ എന്നൊക്കെയാണ്. ഇതറിയാമെങ്കിൽ പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇപ്പോഴേ തന്നെ ആ നില വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്ന രീതിയിലും എല്ലാം ഒരു മാറ്റം ഉണ്ടാവണം. രക്ഷകർത്താക്കൾ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ വളരെ വേഗത്തിൽ നമ്മുടെ മുൻപിൽ എത്തും. ബുംറ എറിയുന്ന പന്ത് കണ്ടിട്ടില്ലേ ക്രിക്കറ്റിൽ? ചില പന്തുകൾ വളരെ ഫാസ്റ്റായിട്ട് എറിയും. പക്ഷെ നമ്മൾ വിചാരിക്കും 145 മൈൽ സ്പീഡിലാണ് എറിയുന്നതെന്ന് വിചാരിക്കും. ചിലപ്പോൾ കാണാം അതിനേക്കാളും വേഗത്തിലായിരിക്കും അടുത്ത പന്ത് വരുന്നത്. അപ്പൊ അതുപോലെയാണ് ഈ ടെക്നോളജിക്കൽ ചേഞ്ചസും വരുന്നത്.
വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതിനനുസരിച്ച് നമ്മൾ സജ്ജരാകണമെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Hello students, we hope you are thoroughly enjoying Bhavika's classes. As the academic exams are approaching, we will be wrapping up the current year's course by the end of January 24. However, we have some exciting plans for you. This will happen during the summer vacation, okay? Get ready to elevate your potential with our Elevate Civil Service Orientation Program taking place in Kasaragod, Palakkad, Kottayam and Thiruvananthapuram in the month of April. Hurry up and secure a spot by scanning the QR code, as we have very few seats available. Bhavika, a student enrichment program.